ഫേസ്ബുക്കിൽ എഴുതിയത് കവിത എന്നാണ് വിനായകന്റെ മൊഴി. നടൻ വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തു. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിലാണ് ചോദ്യം ചെയ്യലുണ്ടായത്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വിനായകന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും അസഭ്യവർഷമാണ്. മനുഷ്യർക്ക് വായിച്ച് ഒന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള അസഭ്യമുള്ള പോസ്റ്റുകളായിരുന്നു. ഇതെല്ലാം പിൻവലിച്ചു. പിന്നീട് പറയുന്നത് കവിതകളാണ് എന്നാണ്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇതായപ്പോൾ വിനായകനെല്ലാം നീക്കം ചെയ്തിരിക്കുന്നു. സൈബർ പോലീസ് കാര്യങ്ങൾ കടുപ്പിക്കും എന്ന് മനസ്സിലാക്കിയാണോ പുതിയ നീക്കം? VS അച്യുതാനന്ദനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്നാണ് നടൻ വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ വിനായകനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനായകൻ സൈബർ സ്റ്റേഷനിലേക്ക് കയറിപ്പോയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിനായകൻ പറഞ്ഞത് താൻ ഒരു കവിത എഴുതുകയായിരുന്നു എന്നാണ്. പോലീസ് എന്തായാലും വിനായകനെതിരെ കേസുകൾ എടുക്കാൻ വകുപ്പില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് വിനായകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇതിനു മുൻപ് പോലും പലപ്പോഴും വിനായകൻ ഈ കേരളം മുഴുവനും ആദരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും ആദരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത്. ഇതിനു മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അടൂർ ഗോപാലകൃഷ്ണനെയും KJ യേശുദാസിനെയും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങളും വാക്കുകളും ഉപയോഗിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇത് പിന്നീട് വലിയ വിവാദമായതിനെ തുടർന്ന് ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഈ പോസ്റ്റ് ഇട്ടതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇട്ടത് വാർത്തയാക്കിയ ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനെ പോലും വളരെ മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്തു മാധ്യമപ്രവർത്തകരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്തായാലും അപർണ കുറുപ്പും DGPക്ക് അപർണ കുറുപ്പിനെതിരെ ഇത്ര മോശം പരാമർശം നടത്തിയതിന് വിനായകനെതിരെ KUWJ DGPക്ക് പരാതി നൽകുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വിനായകനെതിരെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് വീണ്ടും വിനായകരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ